നമസ്കാരം നമസ്കാരം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 59-ാമത്തെ അധ്യായം 31 വരെ എടുത്തുന്നത് അല്ലേ? അതെ സാറേ, 31 വരെ. ഇനി 32. ശ്രീശുക ഉവാചാം ഇതി ഭൂമ്യാർത്ഥിതോ വാഗ്ഭിർഭഗവൻ ഭക്തിനമ്രയാം ദത്വാ ഭയം ഭൗമഗൃഹം പ്രാവിശത് സകലർത്ഥിമത്. ഇതി ഭൂമ്യ അർത്ഥിതഃ. ഭഗവാൻ ഇങ്ങനെ ഭൂമിയാൽ അർത്ഥിക്കപ്പെട്ടവനായ ഭഗവാൻ ഭൂമി എങ്ങനെയാണ് അർത്ഥിച്ചത്? വാഗ്ഭിഹി, വാക്കുകളാൽ. ഭക്തി നമ്രയ വാഗ്ഭി, ഭക്തി കൊണ്ട് കുനിഞ്ഞ വാക്കുകളാൽ ഭൂമിദേവി ഇപ്രകാരം അർത്ഥിച്ചപ്പോൾ ഇതായിരുന്നു അർത്ഥിച്ചത്. ആ നരകാസുരന്റെ പുത്രനിൽ ആ അങ്ങയുടെ ഹസ്തപങ്കജങ്ങൾ വെച്ചിട്ട് അവന്റെ പാപങ്ങളൊക്കെ നീക്കി അവനെ അനുഗ്രഹിക്കണം, അവൻ അങ്ങനെ ആശ്രയിക്കുന്നവനാണ്. ഇങ്ങനെ ഭൂമിയാൽ ഭക്തിപൂർവ്വം അർത്ഥിക്കപ്പെട്ട വാക്കുകൾ കേട്ടിട്ട് ദത്വാ അഭയം, അഭയം കൊടുത്തു. തന്നെ ആശ്രയിക്കുന്നവർക്കൊക്കെയും അഭയം കൊടുക്കുന്നവനാണ് ഭഗവാൻ. ആരൊക്കെ തന്നെ ആശ്രയിച്ചോ, എത്ര ദുഷ്ടനായിക്കോട്ടെ ശേഷനായിക്കോട്ടെ, അവർക്ക് വരം അഭയം കൊടുക്കും. അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതത് വ്രതം മമ എന്ന് പറയുന്ന വാക്യം ഇവിടെയും സാർത്ഥകമാണ്. ദത്വാഭയം. എന്നിട്ട് ഭൗമഗൃഹം പ്രാവിശത്, ഭൂമിപുത്രന്റെ നരകാസുരന്റെ പുത്രന്റെ ഗൃഹത്തിലേക്ക് പ്രാവിശത്, പ്രവേശിച്ചു. ഭൗമഗൃഹം പ്രാവിശത്. ആ ഗൃഹത്തിന്റെ വിശേഷമാണ് സകല ഋദ്ധിമത്, എല്ലാ സമൃദ്ധിയോടും കൂടിയതാണ്. സകലർത്ഥിമത്, സകല ഋദ്ധിമത്, എല്ലാ സമൃദ്ധിയോടും കൂടിയതായ ഭൗമഗൃഹത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. നരകാസുരന്റെ രാജധാനിയിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. ഇതി ഭൂമ്യാർത്ഥിതോ വാഗ്ഭഗവാൻ ഭക്തിനമ്രയാം ദത്വാഭയം ഭൗമഗൃഹം പ്രാവിശത് സകലർത്ഥിമത്. ഇതി ഭൂമ്യാർത്ഥിതോ വാഗ്ഭഗവാൻ ഭക്തിനമ്രയാം ദത്വാഭയം ഭൗമഗൃഹം പ്രാവിശത് സകലർത്ഥിമത്. തത്ര രാജന്യകന്യാനാം ഷട്സഹസ്രാധികായുധം ഭൗമാഹൃതാനം വിക്രമ്യ രാജഭ്യോ ദദിശേ ഹരീം. തത്ര അവിടെ രാജന്യകന്യാനാം, രാജാക്കന്മാരുടെ, രാജന്യന്മാർ ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാർ, അവരുടെ കന്യാനാം, കന്യകമാരുടെ, ഷട്സഹസ്ര അധികായുധം, 16,000-ൽ അധികത്തോട് യുധം ചേർന്നത്. 16,000 കൃത്യമല്ല, അതിൽ കൂടുതലുണ്ട് എന്നാണ്. ഷട്സഹസ്രാധിക യുധം. ഷട്സഹസ്രം, ഷഡ് 6 സഹസ്രം 1000. ഷട്സഹസ്ര അധികം എന്ന് പറയുമ്പോൾ 16,000-ൽ അധികം വരുന്ന ആ സ്ത്രീകളെ, കന്യകമാരെ, ഭൗമ ആഹൃതാനാം, നരകാസുരനാൽ ആഹരിക്കപ്പെട്ട, കൊണ്ടുവരപ്പെട്ട, ഭൗമ ആഹൃതാനാം വിക്രമ്യ, വിക്രമം ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്, പരാക്രമം കാണിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അവരെ രാജഭ്യോ, രാജാക്കന്മാരിൽ നിന്നും, ഹരിഹി, ഭഗവാൻ, ദദൃശയെ കണ്ടു എന്നർത്ഥം. അവിടെ നരകാസുരൻ തടവിലാക്കിയിരിക്കുന്ന 14,000-ൽ അധികം
രാജന്യകന്യകമാരെ ശ്രീ ഭഗവാൻ കണ്ടു. നരകാസുരന്റെ വിക്രമം കൊണ്ട് രാജാക്കന്മാരിൽ നിന്നും അപഹരിച്ചു കൊണ്ടുവന്നവരാണ് ഇവർ. അങ്ങനെയുള്ള ആ 16,000-ലധികം സ്ത്രീകളെ ഭഗവാൻ കയറി ചെന്നപ്പോൾ തന്നെ കണ്ടു. തത്ര രാജന്യകന്യാനാം ഷട്സഹസ്രാധികായുതം ഭൗമാഹൃതാനം വിക്രമ്യ രാജഭ്യോ ദദൃശേഹരീം. തത്ര രാജന്യകന്യാനാം ഷട്സഹസ്രാധികായുതം ഭൗമാഹൃതാനം വിക്രമ്യ രാജഭ്യോ ദദൃശേഹരീം. തം പ്രവിഷ്ടം സ്ത്രിയോ വീക്ഷ്യ നരവീരം വിമോഹിത മനസാവവ്രേഭീഷ്ടം പതിം ദൈവോപസാദിതം. തം പ്രവിഷ്ടം, അവിടെ പ്രവേശിച്ചവനായ അവനെ സ്ത്രീയ, ആ സ്ത്രീകൾ വീക്ഷ്യ കണ്ടിട്ട്, നരവീരം, നരവീരനായ ആ ഭഗവാനെ കണ്ടിട്ട് വിമോഹിതാഹ, അവരൊക്കെ മോഹിച്ചുപോയി എന്നർത്ഥം. ഭഗവാനെ ഒരു നോട്ടം കണ്ടേ ഉള്ളൂ, ആ സ്ത്രീകളൊക്കെ മോഹിച്ചുപോയി. മനസാവവ്രിരേ, മനസ്സുകൊണ്ട് അവർ വരിച്ചു. മനസ്സുകൊണ്ട് വൗരിരെ വരിച്ചു. അഭീഷ്ടം പതി, ഇഷ്ടപ്പെട്ട പതിയാണ് എന്ന്. അഭീഷ്ടനായ പതിയെ, ഏറ്റവും പ്രിയപ്പെട്ടവനായ പതിയായി വരിച്ചു മനസ്സുകൊണ്ട്. ദൈവ ഉപസാദിതം, ദൈവത്താൽ കൊണ്ടുവരപ്പെട്ടതാണ്, വിധിപൂർവം കൊണ്ടുവരപ്പെട്ടതാണ്. വിധിപൂർവം കൊണ്ടുവരപ്പെട്ട ആ ഭഗവത് സ്വരൂപത്തെ, നരവീരനെ കണ്ടിട്ട് സ്ത്രീകളൊക്കെ മോഹിച്ചുപോയി. ആരും പ്രതീക്ഷിച്ചല്ല, ഇങ്ങനൊരു സുന്ദരനായ ഒരാൾ ഇതിലേക്ക് കയറി വരും എന്ന് വിചാരിച്ചതല്ല. തം പ്രവിഷ്ടം സ്ത്രീയോ വീക്ഷ്യ നരവീരം വിമോഹിത മനസാവവ്രിരേഭീഷ്ടം പതിം ദൈവോപസാദിതം. തം പ്രവിഷ്ടം സ്ത്രീയോ വീക്ഷ്യ നരവീരം വിമോഹിത മനസാവവ്രിരേഭീഷ്ടം പതിം ദൈവോപസാദിതം. ഭൂയാത്പതിരയം മഹ്യം ധാതാതനുമോദതാം ഇതി സർവാ പൃഥക് കൃഷ്ണേ ഭാവേന ഹൃദയം ദധൂം. ഭൂയാത്, ഭവിക്കട്ടെ, പതിഹി അയം, മഹ്യം, എനിക്ക് ഇവൻ പതിയായിട്ട് ഭവിക്കട്ടെ എന്ന് ഓരോരുത്തരും വിചാരിച്ചു. മഹ്യം, എനിക്കായിക്കൊണ്ട്, അയം, ഇവൻ, പതിഹി ഭൂയാത്, ഈ സുന്ദരൻ എൻ്റെ ഭർത്താവായി തന്നെ തീരട്ടെ. ധാതാ തദനുമോദതാം, വിധി അല്ലെങ്കിൽ ബ്രഹ്മാവ് അതിനെ അനുമോദിക്കട്ടെ. ബ്രഹ്മാവാണ് ആൾക്കാരെ തമ്മിൽ കൂട്ടിച്ചേർക്കണമെന്നാണ്. വധൂവരന്മാരെ തമ്മിൽ കണ്ടെത്തി ഇണക്കി കൂട്ടിച്ചേർക്കുന്ന ജോലി ബ്രഹ്മാവിൻ്റെതാണെന്നാണ്. ഇതിപ്പം യാദൃച്ഛികം കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു പോയി. മാത്രമല്ല ഞങ്ങളുടെയൊക്കെ പതിയായിത്തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. മനസ്സുകൊണ്ട് വരിച്ചു. ഈ ആഗ്രഹത്തെ ബ്രഹ്മാവ് അനുവദിക്കട്ടെ, അനുമോദിക്കട്ടെ. ഇത് സർവാഹ എന്നിങ്ങനെ എല്ലാവരും പൃഥക് കൃഷ്ണേ ഭാവേന, വേർതിരിച്ച് കൃഷ്ണനിൽ, ഭാവേന ഹൃദയം ദധു, കൃഷ്ണനിൽ തങ്ങളുടെ ഭാവം നിറച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ദധുഹു ധരിച്ചു. കൃഷ്ണ തന്നെ ഭർത്താവായിട്ട് അവർ ധരിച്ചു എന്നല്ല, കൃഷ്ണ മനസ്സിൽ ധരിക്കുകയും ചെയ്തു. ഭൂയാത്പതിരയം ഹ്യം ധാതാതനുമോദതാം ഇതി സർവാ പൃഥക് കൃഷ്ണേ ഭാവേന ഹൃദയം ദധു. ഭൂയാത്പതിരയം ഹ്യം ധാതാതനുമോദതാം ഇതി സർവാ പൃഥക് കൃഷ്ണേ ഭാവേന ഹൃദയം ദധു. താപ്രാഹിണോദ്വാരവതിം സുമൃഷ്ടവിരജോംബരാ നരയാനീർമഹാകോശൻ രഥാശ്വാൻ ദ്രവിണം മഹത്. താഹ, അവരെല്ലാവരും, പ്രാഹിണോത്, അവരെ എല്ലാവരെയും പറഞ്ഞയച്ചു. പ്രാഹിണോത്, പറഞ്ഞയച്ചു. ദ്വാരവതിയും, ദ്വാരവതിയിലേക്ക് അവരെല്ലാം പറഞ്ഞയച്ചു. സുമൃഷ്ട വിരജോ അംബരാഹ, ഏറ്റവും മൃഷ്ടമായി വിരജകളും അമ്പരങ്ങളുമായ, വിരജം വെച്ചാൽ രജസില്ലാത്ത
പരിശുദ്ധമായ അംബരം വസ്ത്രം, വിരജോംബരാഹ പരിശുദ്ധമായ വസ്ത്രം ധരിച്ചവരായ അവരെല്ലാവരെയും ഭഗവാൻ ദ്വാരവതിയിലേക്ക് പറഞ്ഞയച്ചു. നരയാനൈഹി മഹാകോശാൻ, നരയാനങ്ങൾ മനുഷ്യരാൽ കൊണ്ടുപോകപ്പെടുന്ന വാഹനങ്ങൾ, എന്നുവെച്ചാൽ പല്ലക്ക് അല്ലെങ്കിൽ ശിബിക എന്ന് പറയാം. നരയാനൈഹി മഹാകോശാൻ, ധാരാളം കോശങ്ങളും ധനങ്ങളും, രഥ അശ്വാൻ, രഥങ്ങളെയും കുതിരകളെയും, ദ്രവിണം വിത്തത്തെയും, മഹത്തായ വിത്തവും ധനവും ദ്വാരവതിയും പ്രാഹിണു. ഏറ്റവും അധികം സമ്പൽ സമൃദ്ധമായിരുന്നു നരകാസുരന്റെ രാജ്യം. ആ നരകാസുരന്റെ രാജ്യത്തിൽ ചെന്ന് അവിടെയുള്ള സുന്ദരിമാരെയൊക്കെ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അവരെയൊക്കെ കുളിപ്പിച്ച് അലങ്കാരങ്ങളൊക്കെ അണിയിച്ച് നല്ല വേഷങ്ങളും ഭൂഷണങ്ങളും ഒക്കെ അണിയിച്ചിട്ടാണ് കൊണ്ടുപോയത്. അവരെയൊക്കെ ശിബികയിൽ പല്ലക്കിൽ എടുപ്പിച്ചിട്ടാണ് കൊണ്ടുപോയത്. അവരോടൊപ്പം ഓരോരുത്തർക്കും അർഹതയുള്ള സമ്പത്തുകൾ അവിടുന്ന് എടുത്തു. അവരുപയോഗിക്കുന്ന സാധനങ്ങൾ, പാത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ ഇതൊക്കെ എടുത്തു. രഥങ്ങളെയും അശ്വങ്ങളെയും കൂടാതെ കുറച്ച് ധനവും, ഇതെല്ലാം കൊണ്ടാണ് ദ്വാരവതിയിലേക്ക് അവരെ പറഞ്ഞയച്ചത്. താഹ പ്രാഹിണോ ദ്വാരവതിം സുമൃഷ്ടവിരജംബരാ നരയാനേർ മഹാകോശാൻ രഥാശ്വാൻ ദ്രവിണം മഹത്. താഹ പ്രാഹിണോ ദ്വാരവതിം സുമൃഷ്ടവിരജംബരാ നരയാനേർ മഹാകോശാൻ രഥാശ്വാൻ ദ്രവിണം മഹത്. താഹ പ്രാഹിണോ ദ്വാരവതിം സുമൃഷ്ടവിരജംബരാ നരയാനേർ മഹാകോശാൻ രഥാശ്വാൻ ദ്രവിണം മഹത്. ഐരാവതകുലോഭേം കുക്കുരേഭാംശ്ച ചതുർദന്താംസ്തരഫിനാം പാണ്ഡുരാംശ്ച ചതുഷ്ഷഷ്ടി പ്രേഷയാമാസ കേശവാം. ഐരാവതകുല ഇഭാംശ്ച, ഐരാവതകുലത്തിൽ ജനിച്ച ഇഭങ്ങൾ, ആനകൾ. ഐരാവതകുലേഭാംശ്ച, ഐരാവതകുലത്തിൽ ജനിച്ച ഇഭങ്ങളെയും, ചതുർദന്താൻ, 4 കൊമ്പുകളുള്ളവരെയും, തരഫിനഹ, വളരെ വേഗം ഗമിക്കുന്ന സ്വഭാവമുള്ളവരും, തരഫികൾ വേഗം ഗമിക്കുന്നവർ, സ്പീഡ് കൂടുതലുള്ളവരും, പാണ്ഡുരാംശ്ച, പാണ്ഡുപിടിച്ച വെളുത്തു വിളറിയ ധവള നിറത്തോടു കൂടിയവരുമായ, ചതുഷ്ഷഷ്ടി കൂടിയവരായ ഈ 64 ആനകളെ, ചതുഷ്ഷഷ്ടി 64 ആനകളെയും പ്രേഷയാമാസ കേശവ, കേശവൻ ദ്വാരകയിലേക്ക് പറഞ്ഞയച്ചു. ഇവിടെ ആനകളെ 64 ആനകളെ പറഞ്ഞയച്ചു. ഈ ആനകളൊക്കെ ഐരാവതത്തിൻ്റെ കുലത്തിലുണ്ടായതാണ്. 4 കൊമ്പുകളുള്ളവരാണ്, വളരെ വേഗം സഞ്ചരിക്കുന്നവരാണ്, പാണ്ഡുവർണ്ണമുള്ളവരാണ്. ഇങ്ങനെയുള്ള ആനകളെയും ദ്വാരകയിലേക്ക് പറഞ്ഞയച്ചു. ഐരാവതകുലേഭാംശ്ച ചതുർദന്താംസ്തരഫിന പാണ്ഡുരാംശ്ച ചതുഷ്ഷഷ്ടിം പ്രേഷയാമാസ കേശവാം. ഐരാവതകുലേഭാംശ്ച ചതുർദന്താംസ്തരഫിന പാണ്ഡുരാംശ്ച ചതുഷ്ഷഷ്ടിം പ്രേഷയാമാസ കേശവാം. ഗത്വാ സുരേന്ദ്രഭവനം ദത്വാ ആദിത്യേ ച കുണ്ഡലേ പൂജിതസ്തുതശേന്ദ്രേണ സഹേന്ദ്രണ്യ ച ഫപ്രിയാം. സുരേന്ദ്രഭവനം ഗത്വാ, അവിടുന്ന് ഇവരെയെല്ലാം ദ്വാരകാപുരിയിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ശ്രീകൃഷ്ണൻ ദേവലോകത്തേക്ക് യാത്രയായി. ഇവരുടെ കൂടെ ദ്വാരകയിലേക്ക് പോയില്ല. സുരേന്ദ്രഭവനം ഗത്വാ, ഇന്ദ്രരാജധാനിയിലെത്തിയിട്ട് ദത്വാ ആദിത്യേച കുണ്ഡലെ, അതിഥിക്ക് കുണ്ഡലങ്ങൾ കൊടുത്തു. അതിഥിയെ കുണ്ഡലങ്ങൾ നരകാസുരൻ അപഹരിച്ചു കൊണ്ടുപോയതാണ്. നാരായണത്തിലെ ശ്ലോകമുണ്ട്, ഭൗമാപാഹൃത കുണ്ഡലം തദതിദാതും പ്രയാതോ ദീപം.
ഭൗമനാൽ അപഹരിക്കപ്പെട്ട കുണ്ടലങ്ങൾ രണ്ടും അവിടെ കൊണ്ട് ദേവമാതാവായ അതിഥിക്ക് കൊടുത്തു. സുരേന്ദ്രഭവനം ഗത്വ അതിഥ്യേ കുണ്ടലേ ദത്വ, അതിഥിക്ക് കുണ്ടലങ്ങളും കൊടുത്തിട്ട് പൂജിത തുതിസേന്ദ്രേണാം, ഇന്ദ്രനാൽ പൂജിക്കപ്പെട്ടവനായി. ഇന്ദ്രന് സന്തോഷമായി. കാരണം നരകാസുരനെ കൊന്നതിൽ ഏറ്റവും വലിയ സന്തോഷം. അതിനേക്കാൾ ഉപരി തൻ്റെ അമ്മയുടെ കുണ്ടലങ്ങൾ അറുത്ത് കൊണ്ടുപോയപ്പോൾ അനങ്ങാൻ പറ്റിയില്ല, ഇതുവരെ തിരിച്ചു കിട്ടിയില്ല. ഒരു യുദ്ധം ഉണ്ടാക്കാതെ ഇതാ ശ്രീകൃഷ്ണ ഭഗവാൻ തിരിച്ചു കൊണ്ടു തന്നിരിക്കുന്നു. എന്ത് മഹത്കൃത്യങ്ങളാണ്! പൂജിത തദ്ദേശേന്ദ്രേണ സഹ ഇന്ദ്രാണ്യ, ഇന്ദ്രാണിയോടൊപ്പം സ്വപ്രിയ, ഭാര്യാസഹിതനായ ഭഗവാനെ. അപ്പൊ സത്യഭാമ കൂടെ ഉണ്ടായിരുന്നു എന്ന് സാരം. സ്വപ്രിയ, സ്വപ്രിയനായ ഭഗവാൻ സുരേന്ദ്രഭവനം ഗത്വ, തൻ്റെ പ്രിയയായ സത്യഭാമയോടുകൂടി ദ്വാരകയിൽ കൂടി സുരേന്ദ്രഭവനത്തെത്തിയവനായ ഭഗവാൻ അതിഥിക്ക് കുണ്ടലങ്ങൾ സമ്മാനിച്ചിട്ട് ഇന്ദ്രാണിയോട് കൂടിയ ഇന്ദ്രനാൽ പൂജിതനായി തീർന്നു. ഗത്വാ സുരേന്ദ്രഭവനം ദത്വാ ആദിത്യേ ച കുണ്ടലേ പൂജിതസ്തദശേന്ദ്രേണ സഹേന്ദ്രാണ്യ ച സപ്രിയാം. ഗത്വാ സുരേന്ദ്രഭവനം ദത്വാ ആദിത്യേ ച കുണ്ടലേ പൂജിതസ്തദശേന്ദ്രേണ സഹേന്ദ്രാണ്യ ച സപ്രിയാം. ചോദിതോ ഭാര്യയോത്പാട്യ പാരിജാതം ഗരുന്മതി ആരോപ്യസേന്ദ്രൻ വിബുധൻ നിർജിത്യോപാനയത്പുരം. ചോദിതോ ഭാര്യയാ ഉത്പാട്യ, ഭാര്യയാ ചോദിത, ഭാര്യയായ സത്യഭാമയാൽ പ്രചോദിപ്പിക്കപ്പെട്ടവനായ ഭഗവാൻ. ഭാര്യയാ ചോദിത, ചോദിത പ്രചോദിത ഭഗവാൻ ഉത്പാട്യ പാരിജാതം, പാരിജാതം പിഴുതെടുത്തിട്ട് ഉത്പാട്യ ഗരുത്മതി ആരോപ്യ, ഗരുഡന്റെ പുറത്ത് വെച്ചിട്ട്, ഗരുത്മാൻ ഗരുഡൻ, ഗരുത്മതി എന്ന സപ്തമിയാണ്, ഗരുഡനിൽ ആരോപ്യ വെച്ചിട്ട്. അപ്പോഴാണ് സത്യഭാമ പറഞ്ഞത്, അതിമനോഹരമാണല്ലോ ഈ നിൽക്കുന്ന കൽപ്പവൃക്ഷത്തിന്റെ പൂവ്, ഇതേതൊരെണ്ണം നമുക്ക് ദ്വാരകയിൽ കൊണ്ടുവയ്ക്കണം. അപ്പൊ തന്നെ ഭഗവാൻ ചൂടോടെ പിഴുതെടുത്തു ഒരെണ്ണം. പെട്ടെന്ന് താൻ പോകുന്ന വാഹനത്തിൻ്റെ അകത്ത് ഗരുഡന്റെ പുറത്ത് വെച്ചു. ഇത് കണ്ടിട്ട് സേന്ദ്രാൻ വിബുധാൻ, ഇന്ദ്രാദികളായ ദേവന്മാരൊക്കെ ഭഗവാനോട് കലഹത്തിൽ നിന്നു. കാരണം കൽപ്പവൃക്ഷം സ്വർഗത്തിലെ സമ്പത്താണ് ഏറ്റവും വലുത്. അത് പോയാൽ പിന്നെ അവിടെ ഒന്നുമില്ല. അതാണ് ദ്വാരകയിലേക്ക് കൊണ്ടുപോകാൻ പോയത്. വിബുധാൻ ദേവന്മാരെ, സേന്ദ്രാൻ ഇന്ദ്രനോട് കൂടിയ ദേവന്മാരെ നിർജിത്യ, ഒരു യുദ്ധം തന്നെ വേണ്ടിയിരുന്നു, കലഹം തന്നെ വേണ്ടിയിരുന്നു. അതിൽ അവരെയൊക്കെ ജയിച്ചിട്ട് ഉപാനയപുരം, സ്വന്തം പുരത്തിലേക്ക് പ്രാപിപ്പിച്ചു. എന്തിനെ? പാരിജാതം. യുദ്ധത്തിന് വന്ന, കോലാഹലം ഉണ്ടാക്കാൻ വന്നവരൊക്കെ ജയിച്ചു. ഇന്ദ്രാദികളൊക്കെ യുദ്ധത്തിൽ അപ്പം തന്നെ തോൽപ്പിച്ചു. ഇന്ദ്രന് സഹായം ചെയ്തു കൊടുത്ത് വന്ന ആളാണ്. ആളിനോടാണ് ഇന്ദ്രൻ യുദ്ധത്തിന് പോയത്, പാരിജാതം കൊണ്ടുപോയത്. ചോദിതോ ഭാര്യയോത്പാട്യ പാരിജാതം ഗരുത്മതി ആരോപ്യസേന്ദ്രൻ വിബുധൻ നിർജിത്യോപാനയത്പുരം. ചോദിതോ ഭാര്യയോത്പാട്യ പാരിജാതം ഗരുത്മതി ആരോപ്യസേന്ദ്രൻ വിബുധൻ നിർജിത്യോപാനയത്പുരം. സ്ഥാപിത സത്യഭാമായ ഗൃഹോദ്യാനോപശോഭനം അന്വഗുർഭ്രമരാ സ്വർഗാൽ തദ്ഗന്ധാഫവലംബടാഹം. സത്യഭാമയ ഗൃഹോദ്യാന ഉപശോഭന, അവിടെ സത്യഭാമയുടെ ഗൃഹത്തിൻ്റെ ഉദ്യാനത്തിൽ ഏറ്റവും ശോഭിക്കുന്നതായിട്ട് സ്ഥാപിത, കുറിച്ചു വെച്ചു, സ്ഥാപിക്കപ്പെട്ടു. സത്യഭാമായാഹ ഗൃഹ ഉദ്യാന ഉപശോഭന, സത്യഭാമയുടെ ഗൃഹത്തിലുള്ള ഉദ്യാനത്തിൽ ഏറ്റവും അധികം ശോഭിക്കുന്നതായി ഇതിനെ സ്ഥാപിക്കപ്പെട്ടു. ഗൃഹോദ്യാനോപശോഭിത ശോഭന അന്വഗുർഭ്രമരാഹ,
അന്വഗുഹു അനുഗമിച്ചു, പിന്തുടർന്നു. ആരെ? ഭ്രമരാഹ, വണ്ടുകൾ. സ്വർഗാത്, സ്വർഗം മുതലേ വണ്ടുകൾ കൂടെയുണ്ട്. സ്വർഗത്തിലെ വണ്ടുകൾ അങ്ങനെ ഭൂമിയിലെത്തി. ആരുടെ പുറകെ? കൽപ്പവൃക്ഷത്തിന് പുറകെ, പാരിജാതത്തിന് പുറകെ. അന്വഗുർഭ്രമരാഹ സ്വർഗാത് തദ്ഗന്ധ ആഫവലംബടാഹ, അതിൻ്റെ ഗന്ധം, ആഫവത്തിൻ്റെ ഗന്ധം കൊണ്ട് ലംബടന്മാരായി, തൽപരന്മാരായി. അങ്ങനെയാണ് വണ്ടുകൾ പുറകെ വന്നത്. കാരണം ഇതിൻ്റെ മണം അവിടെ എല്ലാം വ്യാപരിക്കും. മണം കേട്ടറിഞ്ഞിട്ടാണ് വണ്ടുകൾ എത്തുന്ന പൂവിലേക്ക്. അങ്ങനെ ആ ആഫവഗന്ധ ലംബടമായ അത് സ്വർഗത്തിൽ നിന്നും അന്വഗുഹു ഭ്രമരാഹ, വണ്ടുകൾ പോലും അനുഗമിച്ചു വന്നു, ഭൂമിയിലേക്ക് വന്നെത്തിച്ചേർന്നു. സ്ഥാപിത സത്യഭാമായാം ഗൃഹോദ്യാനോപശോഭനാം അന്വഗുർഭ്രമരാസ്വർഗാത് തദ്ഗന്ധാഫവലംബടാം. സ്ഥാപിത സത്യഭാമായാ ഗൃഹോദ്യാനോപശോഭനാം അന്വഗുർഭ്രമരാസ്വർഗാത് തദ്ഗന്ധാഫവലംബടാം. യാചേയാനമ്യകിരീടകോടിഭിः പാദൗ പ്രസന്നച്യുതമർത്ഥസാധനം സിദ്ധാർത്ഥേതേന വിഗൃഹ്യത്തെ മഹാൻ അഹോ പുരാണം ച തമോധികാര്യതാം. യയാച ആനമ്യ കിരീടകോടിഭിः, കിരീടകോടിഭിः ആനമ്യ യയാചെ, കിരീടത്തിൻ്റെ കോടി അഗ്രം, ആഗ്രം കൊണ്ട് ആനമ്യ നമസ്കരിച്ചിട്ട് യയാചെ, യാചിച്ചു. ദേവേന്ദ്രൻ തൻ്റെ കിരീടങ്ങളിലെ അഗ്രം ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലിൻ്റെ തൊട്ടടുക്കൽ കൊണ്ടുവച്ചിട്ടാണ് നമസ്കരിച്ചു പറഞ്ഞത്, നരകാസുരനെ നിഗ്രഹിച്ചു കിട്ടിയതിൽ മഹാഭാഗ്യം. നഷ്ടപ്പെട്ട സ്വർഗം തിരിച്ചു കിട്ടി, അമ്മയുടെ കുണ്ടലങ്ങൾ കിട്ടി. ഇങ്ങനെ എന്തുകൊണ്ടും തനിക്ക് ഏറ്റവും അധികം സഹായിച്ചവനാണ് ഭഗവാൻ. ആനമ്യ കിരീടകോടിഭിഹി യാചേ പാദവും സ്പൃശൻ, പാദത്തെ സ്പർശിച്ചുകൊണ്ട് അച്യുതം അർത്ഥസാധനം, അച്യുതനെ, അർത്ഥസാധനം കാര്യത്തിൻ്റെ സാധ്യത്തെ, അർത്ഥത്തിൻ്റെ സാധനയെ, കാര്യത്തിൻ്റെ സാധനയെ യാചേ, യാചിച്ചു. കിരീടകോടിഭിഹി ആനമ്യ, കിരീടാഗ്രം കൊണ്ട് നമസ്കരിച്ചിട്ട് പാദസ്പൃശൻ, കാലിൽ സ്പർശിച്ചുകൊണ്ട് അർത്ഥസാധനം അച്യുതം യാചേ. ഈ കാര്യം സാധിക്കാനായിട്ട് ഇന്ദ്രൻ അച്യുതന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് യാചിച്ചതാണ്. സിദ്ധാർത്ഥേതേന വിഗൃഹ്യതേ മഹാൻ, ഏതേന സിദ്ധാർത്ഥ, അത്രയും കൊണ്ട് കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോൾ. സിദ്ധാർത്ഥം, അർത്ഥത്തെ സിദ്ധിക്കാൻ. ഇങ്ങനെ കിരീടാഗ്രം കൊണ്ട് നമസ്കരിച്ച് കാലിൽ പിടിച്ചു കരഞ്ഞപ്പോൾ ഭഗവാൻ കാര്യം സാധിച്ചു വിട്ടു. ആരെ കൊന്നു? നരകാസുരനെ കൊന്നു. സിദ്ധാർത്ഥേതേന വിഗൃഹ്യത്തെ മഹാൻ, വിഗൃഹ്യത്തെ യുദ്ധം ചെയ്യുന്നു, വിഗ്രഹം ചെയ്യുന്നു, വിഗ്രഹം യുദ്ധം. മഹാൻ, അങ്ങനെയുള്ള ഇന്ദ്രൻ കൃഷ്ണനോട് മഹത്തായ യുദ്ധം ചെയ്തു. അഹോ പുരാണം ച തമോധിക് ആഢ്യത, അഹോ ആശ്ചര്യം തന്നെ. പുരാണാം ദേവന്മാരുടെ തമസ്, അജ്ഞാനം, ധിക് കഷ്ടം, ആഢ്യതാം അവരുടെ ധനികതയെ, ധിക് കഷ്ടം. ദേവന്മാർ സമ്പന്നന്മാരാണ്, ആ സമ്പന്നത കഷ്ടമാണ്. കാരണം അവരുടെ തമസ് കണ്ടില്ലേ, അജ്ഞാനം. മനുഷ്യരാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യില്ല. ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഒരാളുടെ കാല് പിടിച്ച് മുമ്പിൽ ചെന്ന് നമസ്കരിച്ചൊക്കെ പറഞ്ഞ് കാര്യം സാധിച്ചു. കാര്യം സാധിച്ചപ്പോൾ അയാൾക്ക് നമ്മിൽ നിന്ന് ഒരു ചെറിയ കാര്യം വേണമെന്നാണെങ്കിൽ നമ്മൾ കൊടുക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഇന്ദ്രൻ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് കാല് പിടിച്ചു വർണ്ണിച്ചു. അപ്പോൾ നരകാസുരനെ കൊന്നു കൊടുത്തു. അപ്പോൾ ഭഗവാൻ അവിടെ നിൽക്കുക ഒരു കൽപ്പവൃക്ഷം തൈ കൂടെ പിഴുതു.
അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഇന്ദ്രൻ പ്രത്യുപകാരം മറന്നിട്ട് യുദ്ധത്തിന് ആരംഭിച്ചു. ഇത് കണ്ടപ്പോൾ വ്യാസൻ പറയുകയാണ്, ഭൂമിയിലെ മനുഷ്യർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അഹോ പുരാണം ച തമോധിക ആഢ്യതാം യയാച ആനമ്യ കിരീടകോടിഭീം പാദൗ സ്പൃശന്നച്യുതമർത്ഥസാധനം സിദ്ധാർത്ഥേതേന വിഗൃഹ്യത്തെ മഹാൻ അഹോ പുരാണം ച തമോധികാഢ്യതാം യയാച ആനമ്യ കിരീടകോടിഭീം പാദൗ സ്പൃശന്നച്യുതമർത്ഥസാധനം സിദ്ധാർത്ഥേതേന വിഗൃഹ്യത്തെ മഹാൻ അഹോ പുരാണം ച തമോധികാഢ്യതാം അഥോ മുഹൂർത്ത ഏകസ്മിൻ നാനാകാരേഷു സ്ത്രിയാം യഥോപയേ മേ ഭഗവൻ താവദ്രൂപധരോ വ്യയാം. അഥ അനന്തരം മുഹൂർത്ത ഏകസ്മിൻ ഒരു മുഹൂർത്തത്തിൽ നാനാകാരേഷു പല കൊട്ടാരങ്ങളിൽ വസിക്കുന്ന താഹ സ്ത്രീയ ആ സ്ത്രീകളെ ദ്വാരകയിൽ കൊണ്ടുവന്ന് ഓരോരുത്തർക്കും ഓരോ കൊട്ടാരം കൊടുത്ത് അത് താമസിപ്പിച്ചു. ദ്വാരകയിൽ താമസിച്ച ആ ഓരോ സ്ത്രീകളെയും മുഹൂർത്തം എത്തിയപ്പോൾ യഥോ ഉപയേമേ ഭഗവാൻ വിവാഹം കഴിച്ചു. ഉപയേമേ എങ്ങനെയാണ്? താവദ്രൂപധര, എത്ര സ്ത്രീകളുണ്ടോ അത്രയും രൂപം താൻ സ്വീകരിച്ചു. അവ്യയനാണ് ഭഗവാൻ. പക്ഷെ രൂപങ്ങൾ മാറി മാറി എടുക്കാം. ഒരു കൃഷ്ണൻ 16,008 ഒരു കൃഷ്ണനല്ല ഇവരെയൊക്കെ വരിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന ആക്ഷേപം സാർത്ഥകമായി. ഭഗവാൻ 16,000 സ്ത്രീകളെ കേട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആക്ഷേപം. വ്യാസനെ സമാധാനം കണ്ടെത്തിയതാണ്. താൻ 16,008 സ്വരൂപം സ്വീകരിച്ചിട്ടാണ്. ഒരു സ്ത്രീയോട് ഒരാളെ രമിച്ചിട്ടുള്ളൂ. ഓരോ സ്ത്രീകളോടും ഓരോരുത്തർ. ഒരാൾ തന്നെയാണ് പലതായിട്ട് തന്നത്. ഒരു കൃഷ്ണൻ തന്നെ പല രൂപം സ്വീകരിച്ചിട്ട് അവരുടെ മുമ്പിൽ എത്തി. അഥോ മുഹൂർത്തേ ഏകസ്മിന്നാന അകാരേഷു സ്ത്രീയഃ യഥോപയേമേ ഭഗവാൻ താവദ്രൂപധരോ അവ്യയനാണ് ഭഗവാൻ. ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഏത് രൂപം വേണം സ്വീകരിക്കും. ഇവിടെ ഇങ്ങനെ താവദ്രൂപധരനായ അവരുടെ സ്വരൂപത്തെ, അത്രയും സ്വരൂപത്തെ സ്വീകരിച്ചവനായ ഭഗവാൻ, അവ്യയനായ ഭഗവാൻ യഥാക്രമം ഇവരെയൊക്കെ വിവാഹം കഴിച്ചു. അഥോ മുഹൂർത്ത ഏകസ്മിൻ നാനാകാരേഷു സ്ത്രിയ യഥോപയേമേ ഭഗവാൻ താവദ്രൂപധരോ വ്യയാം. അഥോ മുഹൂർത്ത ഏകസ്മിൻ നാനാകാരേഷു സ്ത്രിയ യഥോപയേമേ ഭഗവാൻ താവദ്രൂപധരോ വ്യയാം. ഗൃഹേഷു താസാമനവയ്യതർക്യ നിരസ്തസാമ്യാതിശയേഷ്വവസ്ഥിതാം രേമേ രമാഭിർനിജകാമസംപ്ലുതോ യഥേതരോ ഗാർഹികമേധികം നിശ്ചരൻ. ഗൃഹേഷു താസാം, ഗൃഹേഷു വീടുകളിൽ, താസാം അവൾമാരുടെ, അനപായി അതർക്യകൃത്, അനപായി അപായമുണ്ടാവാതിരിക്കുക. അപായം എന്ന് വെച്ചാൽ വേർപാട് എന്നർത്ഥം. എന്നുവെച്ചാൽ പിരിയാതിരിക്കുക. അനപായി അതർക്യകൃത്, തർക്യങ്ങളെ ചെയ്യുന്നവനുമായി. അതർക്യങ്ങളെ ചെയ്യുന്നവൻ അതർക്യകൃത്. കാരണം തർക്കിക്കപ്പെടേണ്ട കാര്യങ്ങൾ, തർക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവൻ അല്ല, അതർക്യകൃത്താണ്. തർക്കിക്കേണ്ടാത്ത കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അതർക്യകൃത്ത് നിരസ്ത സാമ്യാതിശയേഷു അവസ്ഥിത. നിരസ്തമായ, നിരസിക്കപ്പെട്ട, സാമ്യ അതിശയേഷു, സാമ്യവും അതിശയവും നിരസിക്കപ്പെട്ടവനായി,
സാമ്യവും ഇല്ല, അതിശയവും ഇല്ല. അങ്ങനെ സാമ്യാതിശയങ്ങളെ നിരസിക്കപ്പെട്ടവനായി താസാം അവരുടെ നിരസ്ത സാമ്യാതിശേഷു അവസ്ഥിത സ്ഥിതി ചെയ്യുന്നവനായ ഭഗവാൻ രമേ രമിച്ചു. രമാഭിഹി നിജകാമസംപ്ലുതോ, രമാഭിഹി ഈ രമകളാൽ, ഈ സുന്ദരിമാരാൽ, നിജകാമസംപ്ലുത അവരവരുടെ കാമത്തിൽ മുങ്ങിയവനായിട്ട്, മഗ്നനായിട്ട്, നിജകാമസംപ്ലുതോ യഥാ ഇതരോ യഥേതരോ അന്യനെ എന്ന പോലെ കാമക്കയത്തിൽ മുങ്ങിയിട്ട് രമാഭിഹി നിജകാന്തസംപ്ലുതോ യഥേതരോ ഗാർഹികമേധികൻ ചരൻ. ഗാർഹികമേധിതം ഗൃഹസ്ഥാശ്രമം. ഗൃഹസ്ഥാശ്രമത്തിൽ സഞ്ചരിക്കുന്നവരായ, ഗൃഹസ്ഥാശ്രമധർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവരായ, ആചരിക്കുന്നവരായ ഒരു അന്യനെ എന്ന പോലെ അവരവരുടെ കാമത്തിൽ മുഴുകിയവരായിട്ട് അവരവരുടെ കാന്തകളോട് രമിച്ചു. ശ്രീകൃഷ്ണൻ ഒരേ സമയത്ത് ഇത്രയും സ്ത്രീകളെ രമിപ്പിച്ചു. താൻ പലതായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ എല്ലാവരെയും ഒരുപോലെ രമിപ്പിക്കാൻ സാധിച്ചത്. അപ്പം അവരുടെ ഗൃഹങ്ങളിലെ പിരിയാതിരിക്കുന്നവരും തർക്കമുള്ള വിഷയങ്ങൾ ചെയ്യാതിരിക്കുന്നവരുമായി ഇരിക്കുന്നവനായ ഭഗവാൻ ഗൃഹസ്ഥാശ്രമധർമ്മങ്ങളെ ആചരിക്കുന്ന ഒരു അന്യനെ എന്ന പോലെ തൻ്റെ കാമക്കയത്തിൽ മുങ്ങിയിട്ട് രമാഭി കാന്തമാരോടൊപ്പം അങ്ങനെ രമിച്ചു ഭഗവാൻ. ഗൃഹേഷു താസാമനവയ്യതർക്ക നിരസ്തസാമ്യാതിശേഷു അവസ്ഥിതാം ഏമേ രമാഭിർനിജകാമസംപ്ലുതോ യഥേതരോ ഗാർഹികമേധികം ഗൃഹേഷു താസാമന. ഭഗവാൻ ഈ സ്ത്രീകളെ ഇങ്ങനെ 16,000 പേരുടെ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചത് നരകാസുരന്റെ തടവിലിരുന്ന കന്യകന്മാരായുള്ള അവർക്ക് സമൂഹത്തിലുണ്ടാകുന്ന അപമാനത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കാനായിരുന്നില്ലേ? അതെ, തീർച്ചയായിട്ടും അവനെ സംരക്ഷിക്കുന്നതിന് അവരെ രക്ഷിക്കുകയാണ് ചെയ്തത്. കാരണം ഇനി സമൂഹ ഉദ്ധരണമാണ്. കാരണം ഇനി ഇവരെ ഇവരുടെ വീടുകളിൽ സ്വീകരിക്കത്തില്ല. ഇവരെ അനാഥകളായിട്ട് വഴി കിടക്കുള്ളൂ. അപ്പോൾ അവരെയൊക്കെയും സ്വന്തം ഗൃഹത്തിലേക്ക് നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊടുത്ത് സ്വീകരിച്ച് താൻ തന്നെ ഓരോരുത്തരുടെ കൂടെ ചേർന്ന് അവരവരുടെ കാമാഭിലഷങ്ങളൊക്കെ താൻ സാധിച്ചു. ഒരാളല്ല ഇവരെയൊക്കെ രമിപ്പിച്ചത്, ഓരോരുത്തരാണ്. അത് കാമവിരുദ്ധം അല്ല. അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ചെയ്യാൻ കാരണം. ഗൃഹേഷു ദാസാമനവയ്യതർക്ക നിരസ്തസാമ്യാതിശയേഷു അവസ്ഥിത രേമേ രമാഭിർനിജകാമസംപ്ലുതോ യഥേതരോ ഗാർഹികമേധികം ചരൻ. ഗൃഹേഷു ദാസാമനവയ്യതർക്ക നിരസ്തസാമ്യാതിശയേഷു അവസ്ഥിത രേമേ രമാഭിർനിജകാമസംപ്ലുതോ യഥേതരോ ഗാർഹികമേധികം ചരൻ. ഗൃഹേഷു ദാസാമനവയ്യതർക്ക നിരസ്തസാമ്യാതിശയേഷു അവസ്ഥിത രേമേ രമാഭിർനിജകാമസംപ്ലുതോ യഥേതരോ ഗാർഹികമേധികം ചരൻ. സാർ അവിടെ ഗാർഹികോ എന്നാണോ ഗാർഹകോ എന്നാണോ? ഗാർഹികം വേണം, ഗാർഹികം വേണം. ഇത്തം രമാപതിമവപ്യപതിം സ്ത്രിയസ്താ ബ്രഹ്മാദയോപി ന വിദുഃ പദവീം യദീയാം ഭേജുർമുദാവിരതമേധിതയാനുയാ മേ അനുമേ ഭേജുർമുദാവിരതമേധിതയാ അനുരാഗഃ സാവലോക നവസംഗമജൽപലജ്ജാഃ. യുദ്ധം
ഇങ്ങനെ രമാപതി അവാപ്യ, രമാപതിയെ പ്രാപിച്ചിട്ട് പതിം അവാപ്യ, രമാപതിയെ പതിയായിട്ട് പ്രാപിച്ചിട്ട് സ്ത്രീയ താഹ സ്ത്രീയ, ആ സ്ത്രീകൾ ബ്രഹ്മാദയോപി നവിദു പദവിയും യദീയാം, ബ്രഹ്മാദികൾ പോലും, ബ്രഹ്മാവ് മുതലായവർ പോലും നവിദുഹു അറിഞ്ഞില്ല, പദവിയും യദീയാം യാതൊരുവനെ സംബന്ധിച്ച പദവി മാർഗത്തെ ബ്രഹ്മാദികൾ പോലും അറിഞ്ഞില്ല. ബ്രഹ്മാദിദേവന്മാർക്കു പോലും അറിയാൻ പറ്റാത്ത ഗതിയോടുകൂടിയവനായ ആ ഭഗവാനെ ഇപ്രകാരം ഭർത്താവായിട്ട് ഇവൾമാർ വരിച്ചു. ബ്രഹ്മാവ് പോലും വിചാരിച്ചില്ല, ബ്രഹ്മാവാണ് ഈ കൂട്ടിച്ചേർക്കുന്നത്, ആ ബ്രഹ്മാവ് പോലും വിചാരിച്ചില്ല ഇവരൊക്കെ കൃഷ്ണനോട് ചേരും എന്ന് വിചാരിച്ചില്ല. ആ ബ്രഹ്മാവിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ്. ബ്രഹ്മാദയോപി നവിദു അറിഞ്ഞില്ല, യദീയാം പദവിയും യാതൊരു പദവിയെക്കുറിച്ച് ബ്രഹ്മാദികൾക്ക് പോലും അറിഞ്ഞില്ല. അങ്ങനെയുള്ള രമാപതിയെ പതിയായിട്ട് ആ സ്ത്രീകൾ പ്രാപിച്ചു, അവാപ്യ പ്രാപിച്ചിട്ട് ഭേജുഹു മുദാ, ഭേജുഹു ഭജിച്ചു, മുദാ സന്തോഷത്തോടെ, ഭേജു മുദാ അവിരതം ഏധിതയാ അനുരാഗ, അവിരതം എല്ലായ്പ്പോഴും, ഏധിത വർദ്ധിച്ച്, ഏധിതയാ വർദ്ധിച്ച, അനുരാഗ ഹാഫാവലോകന, അനുരാഗത്തോടും ചിരിയോടും കൂടിയ നോട്ടം, ഹാഫ അവലോകന, ഹാഫവും അവലോകവും അതോട് കൂടി ചേർന്ന് നവസംഗമ, പുതിയ ചേർച്ചകളുണ്ട്, നവസംഗമ ജൽപ്പ ലജ്ജാഹ, ജൽപ്പം സംഭാഷണം അല്ലെങ്കിൽ പറയൽ, ലജ്ജാഹ ലജ്ജയെ ഭേജുഹു ഭജിച്ചു. ആ സ്ത്രീകൾ എല്ലായ്പ്പോഴും വർദ്ധിച്ചതായ സന്തോഷം കൊണ്ട് മുദാ അവിരതം ഏധിതയാ, അവിരതം ഏധിതയാ മുദ, ഇടതടവില്ലാതെ വർദ്ധിച്ചു വന്ന സന്തോഷം അവർക്കുണ്ടായി. ആ സന്തോഷം ഉണ്ടായപ്പോൾ അവർ അനുരാഗം, ഭഗവാനോട് അനുരാഗത്തോടു കൂടി ഭാസം നോക്കി പുഞ്ചിരിച്ചു, അവലോകനം ചെയ്തു നോക്കി, നവസംഗമ, പുത്തനായി ഒരു ഭർത്താവുമായി സംഗമിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ജൽപ്പനം, നേരം പോക്ക് പറയുക, കളിതമാശ പറയുക എന്നൊക്കെ പറയാം, ജൽപ്പനവും ലജ്ജയും ഉള്ളവരായി. ആദ്യമായി അപ്രതീക്ഷിതമായി കാമുകനെന്ന് സങ്കല്പിച്ച ഒരാളെ ഭർത്താവായിട്ട് ലഭിക്കുമ്പോൾ കുറെ തമാശകളൊക്കെ അയാളോട് പറഞ്ഞ് ലജ്ജയും നടിച്ച് നിൽക്കുന്നവരായി തീർന്നു ഈ സ്ത്രീകൾ ഭഗവാന്റെ നേരെ. സ്ത്രീകൾക്ക് ഭഗവാനോട് ലജ്ജയും നവസംഗമവും ഹാസാവലോകനവും അനുരാഗവും ഒക്കെ ഉണ്ടായി. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് അവർ ഭഗവാന്റെ മനോരഥകളായി തീർന്നത്. ഇവരുടെ ഭാഗ്യം ബ്രഹ്മാദികൾക്ക് പോലും കിട്ടിയിട്ടില്ല. അത്ര ഭാഗ്യവതികളാണ് ഈ സ്ത്രീകൾ. ഇത്തം രമാപതിമവാപ്യപതിം സ്ത്രിയസ്താ ബ്രഹ്മാദയോപി ന വിദു പദവീം യദീയാം ഭേജുർമുദാ വിരതമേധിതയാനുരാഗ ഹാസാവലോക നവസംഗമ ജൽപ്പലജ്ജാഃ. ഇത്തം രമാപതിമവാപ്യപതിം സ്ത്രിയസ്താം ബ്രഹ്മാദയോപി ന വിദു പദവീം യദീയാം ഭേജുർമുദാ വിരതമേധിതയാനുരാഗ ഹാസാവലോകന
ഹാസാവലോക നവസംഗമ ജൽപ്പലജ്ജാഹ ഇദ്ധം രമാപതിമവപ്യപതിം സ്ത്രിയസ്താം ബ്രഹ്മാദയോപി ന വിദുഃപദവീം തദീയം ഭേദുർമുദാ വിരതമേധിതയാനുരാഗ ഹാസാവലോക നവസംഗമ ജൽപ്പലജ്ജാഹ പ്രത്യുദ്ഗമാസനവരർഹണപാദശൗച താംബൂല വിശ്രമണ വീജനഗന്ധമാല്യൈ കേശപ്രഭാരശയന സ്നപനോപഹാരേ ദാഫീശത അഭിവിഭോ വിദധുസ്മദസ്യം. പ്രത്യുദ്ഗമം സ്വീകരിക്കുക, നേരെ വരുന്ന സ്വീകരിക്കുക. ആസനം പീഠം കൊടുക്കുക. വരം ശ്രേഷ്ഠമായ അർഘ്യാദികളെ കൊണ്ട് പൂജിക്കൽ. പാദശൗചം കാലുകഴുകൽ. താമ്പൂലം കൊടുക്കൽ. വിശ്രമിക്കാൻ അനുവദിക്കൽ. വീജനം വീശുക. ഗന്ധമാല്യേഹി സുഗന്ധദ്രവ്യങ്ങളും മാലകളും കൊടുക്കുക. കേശപ്രഭാര കേശത്തെ ഉണക്കുവാൻ, കുളിച്ചു കഴിയുമ്പോൾ മുടി ഉണക്കുവാൻ. ശയന സ്നപന ഉപഹാരേ കിടക്ക, സ്നപനങ്ങൾ പൂശാനുള്ള ചന്ദനാദികൾ തുടങ്ങിയ ഉപഹാര്യേഹി ഉപഹാരങ്ങളാൽ. ദാഫീശത അപി വിഭോഹോ ദാഫീശത അപി വിഭുവായ ഭഗവാന്റെ നൂറുകണക്കിന് ദാസികമാരും ദാസ്യം വിദധുഹുസ്മ അവരൊക്കെയും ഈ സ്ത്രീകൾക്ക് ദാസ്യം ചെയ്തവരായി. ദാഫീശത അപി നൂറുകണക്കിന് ദാസിമാരും ആരുടെ വിഭോഹോ ദാഫീശതാവി അവരൊക്കെയും ദാസ്യം വിദധുസ്മ അവരൊക്കെയും ദാസ്യവേല ചെയ്തു പോലും. ഭഗവാനെ അവരൊക്കെ ഉപചരിച്ചു. ഈ 16,008 സ്ത്രീകളും ഭഗവാനെ ഉപചരിച്ചു. ഭഗവാന്റെ ദാസിമാരൊക്കെ നോക്കി നിൽക്കെ അവരൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ഭഗവാന്റെ ദാസ്യകൃത്യം ഈ സ്ത്രീകൾ എല്ലാവരും കൂടി നിർവഹിച്ചു. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അങ്ങോട്ട് ചെന്ന് നേരിട്ട് എതിരേൽക്കുക, പീഠം കൊടുക്കുക, അർഘ്യാദികളായ ജലം കൊടുക്കുക, കാല് കഴിയിക്കുക, താമ്പൂലം കൊടുക്കുക, വിശ്രമിപ്പിക്കുക, വീശുക, ഗന്ധമാല്യങ്ങൾ കൊടുക്കുക, കേശം മുടി ഉണക്കുക, കിടക്കാനുള്ള കിടക്ക ഉണ്ടാക്കി കൊടുക്കുക, പൂശാനുള്ള ഉപകരണങ്ങളൊക്കെ കൊടുക്കുക. ഇങ്ങനെയുള്ള ഉപഹാരങ്ങളെ കൊണ്ട് ദാസീസ്തങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുമാറ് ആ സ്ത്രീകൾ ഭഗവാന്റെ ദാസ്യകർമ്മം ചെയ്തു. പ്രത്യുദ്ഗമാസനവരർഹണപാദശൗച താംബൂല വിശ്രമണ വീജനഗന്ധമല്യൈ കേശപ്രഭാരശയന സ്നപനോപഹാരേ ദാസീശത അഭിവിഭോ വിദധുസ്മദാസ്യം. പ്രത്യുദ്ഗമാസന വരാർഹണപാദശൗചതാംബൂല വിശ്രമണ വീജനഗന്ധമല്യൈ കേശപ്രഭാരശയന സ്നപനോപഹാരേ ദാസീശത അഭിവിഭോ വിദധുസ്മദാസ്യം. പ്രത്യുദ്ഗമാസനവരാർഹണപാദശൗച താംബൂല വിശ്രമണ ബീജനഗന്ധമല്യൈ കേശപ്രഭാരശയന സ്നപനോപഹാരേ ദാസീശത അഭിവിഭോ വിദധുസ്മദാസ്യം. പ്രത്യുദ്ഗമാസനവരാർഹണപാദശൗച താംബൂല വിശ്രമണ ബീജനഗന്ധമല്യൈ കേശപ്രഭാരശയന സ്നപനോപഹാരേ ദാസീശത അഭിവിഭോ വിദധുസ്മദാസ്യം. അങ്ങനെ 59-ാമത്തെ അധ്യായം പൂർണ്ണമായി. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് 60-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അടുത്ത വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ട്. ബുധനും വ്യാഴവും ക്ലാസ്സില്ല, നേരത്തെ അറിയിച്ചതാണ്. അടുത്ത
അടുത്ത ആഴ്ചയിലെ ആധ്യാത്മിക ക്ലാസ് വെള്ളിയാഴ്ചത്തെ ഭാഗവതം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പതിവ് പോലെ ഉണ്ടായിരിക്കും. മറ്റ് 2 ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നല്ല എന്നും കൂടെ അറിയിച്ച് ഇന്ന് ഉപസംഹരിക്കാം. സംശയം എന്തെങ്കിലും നിങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ.